അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് ട്യൂട്ടോറിയൽ ഇസ് ഓഫ് ദിസ് ലുക്ക് ഉള്ള ഓരോ സ്റ്റെപ്പും ഞാൻ ലാസ്റ്റ് മിനിറ്റ് വരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ലുക്കാണ്. അപ്പോൾ ഇഫ് യു ആർ എ ബിഗിനർ ദിസ് വുഡ് ബി എ ഗ്രേറ്റ് സ്റ്റാർട്ട് ഫോർ യു. ബിക്കോസ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള കോൺടോറിങ്, ഹൈലൈറ്റിങ്, അത് ഇത് ഒന്നും സ്കൾപ്റ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് enhancing your looks കുറച്ച് and adding some color onto your face. അത്രയേ ഉള്ളൂ. Okay, so let's go right into it. Welcome to my YouTube channel. എൻ്റെ പേര് മേഘ, and if you are new here, welcome or welcome back to the people who are already here. ഞാനിപ്പോഴാണ് റിയലൈസ് ചെയ്തത് ഞാൻ കമ്മൽ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ നോക്കുമ്പം എൻ്റെ ബ്രദർ എനിക്ക് ഹിയേഴ്സ് 10 years old. ഓക്കെ, അവൻ എനിക്ക് ബർത്ത്ഡേക്ക് ലാസ്റ്റ് ഇയർ ഗിഫ്റ്റ് ചെയ്തൊരു സെറ്റ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇത് ഇടാമെന്ന്. എനിക്ക് ബ്ലൂ ഭയങ്കര ഇഷ്ടം. അപ്പം എൻ്റെ ബ്രദർ അപ്പു തന്ന ഇയറിംഗ് ഒക്കെ ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ടത് സ്കിൻ പ്രെപ്പാണ്. അപ്പം ഞാൻ വാഷ് ചെയ്തിട്ടുള്ള ഫേസാണത്. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഡ്രൈ ആക്കുന്ന ടൈപ്പ് ഫേസ് വാഷസ് ഒന്നും യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഓയിലി സ്കിന്നിന് ചെറിയൊരു ഹൈഡ്രേഷൻ ബാക്കി വച്ചിട്ട്, പക്ഷേ ആ ഭയങ്കരമായിട്ടുള്ള ഓയിലിനെസ് ഒക്കെ കളഞ്ഞിട്ടുള്ള ടൈപ്പ് ഒരു സംഭവമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറച്ചൊരു ഗ്ലോ ആയി നിൽക്കുന്നത്. അപ്പം ഞാൻ രാവിലെ പുറത്ത് പോകുന്ന ഒരു ടൈമാണെങ്കിൽ സൺസ്ക്രീനാണ് എൻ്റെ സ്കിൻ പ്രെപ്പ്. ദാറ്റ് ഈസ് ബേസ് സ്കിൻ കെയർ ആയിട്ട് ഞാൻ സൺസ്ക്രീൻ ആയിട്ടാണ് ഇടുക. അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് രാത്രി നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുമ്പം ഇത് വളരെ ചീപ്പായ ഒരു ഫാർമസ്യൂട്ടിക്കൽ മോയ്സ്ചറൈസറാണ്. ഇത് യൂസ് ചെയ്യാം, ആലോ ജെൽ യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ലോണം ഹൈഡ്രേഷൻ നമ്മളെ സ്കിന്നിന് കിട്ടണം. അതേസമയം ചില മോയ്സ്ചറൈസേഴ്സ് ഉണ്ട് ഭയങ്കരമായിട്ട് ബൾക്കി ആയിട്ട് നിൽക്കുന്ന, അങ്ങനത്തതും നമ്മളെ സ്കിന്നിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന നമ്മളെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇതിൻ്റെ പേര് എമോലീൻ എന്നാണ്. ഇതിന് 300 rupees ഒക്കെയാണ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പം ഡിസ്കൗണ്ടിലൊക്കെ ഓൺലൈൻ നോക്കുമ്പം മിക്കവാറും കുറച്ചും കൂടി വില കുറഞ്ഞ് കിട്ടും. ഇതിലത് വളരെ മിനിമലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ, പിന്നെ എന്തോ ഒരു യൂറിയ, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് ഉള്ളത്. യൂറിയ ആസ് എൻ ഇൻഗ്രീഡിയൻ്റ് ഉള്ളതുകൊണ്ട് ഇത് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പം എൻ്റെ ഓയിലി സ്കിന്നിൽ ഇത് പെർഫെക്റ്റ്ലി വർക്ക് ആയിട്ടുണ്ട്. എനിക്ക് മേക്കപ്പിൻ്റെ അടിയിലാണ് എസ്പെഷ്യലി ഞാൻ യൂസ് ചെയ്യാറ്. എന്താ വെച്ചാൽ നല്ലൊരു സ്മൂത്ത് ബേസ് ഇതിന് ഉണ്ടാക്കി തരാൻ പറ്റും. ആൻഡ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അബ്സോർബും ആവും കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് കളർ കറക്റ്റിംഗ്. കളർ കറക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പല വീഡിയോസിലൊക്കെ, ട്രാൻസിഷൻ വീഡിയോസിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പം, ട്യൂട്ടോറിയൽ അല്ലാണ്ടുള്ള വീഡിയോസിൽ പെട്ടെന്ന് പോകുമ്പോൾ ക്രിയേറ്റേഴ്സ് ഇവിടെ കൊണ്ടൊക്കെ ഇടുന്നത് കാണാം. അതുപോലെ ഇവിടെ ഇങ്ങനെ വലുതായിട്ട് വരയ്ക്കുന്നത് കാണാം, അല്ലെങ്കിൽ കുറേ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന കാണാം. പക്ഷേ ആ മിസ്റ്റേക്ക് ചെയ്യരുത്. അത് ഞാൻ ചെയ്ത് എന്താ പറയുക, നല്ല അലങ്കോലമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ഞാൻ ലേൺ ചെയ്തപ്പം എനിക്ക് മനസ്സിലായതും അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ് ദറ്റ് യു നീഡ് ടു പുട്ട് ഒരു വളരെ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് കളർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഈ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു പീച്ചി ഓറഞ്ച് കളർ നമ്മൾ ഇതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്യാൻ പോകുന്ന കൺസീലർ, ഫൗണ്ടേഷൻ, പൗഡർ, പിന്നെ പ്രൈമർ ഇടുന്നവരാണെങ്കിൽ പ്രൈമർ, എനിക്ക് വേറെ പ്രൈമറിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നും. ബിക്കോസ് ഓൾറെഡി അത്യാവശ്യം ഓയിലി ആയിട്ടുള്ള സ്കിൻ ആയതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ ഇടുമ്പോൾ തന്നെ, അല്ലെങ്കിൽ സൺസ്ക്രീൻ ഇടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ബേസ് ഉണ്ടാവും. ഇത് ഞാനിങ്ങനെ ഇട്ടതിന് ശേഷം വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നല്ല ക്രീമി കൺസിസ്റ്റൻസിയാണ് ഈ കെ ബ്യൂട്ടീൻ്റെ കളർ കറക്റ്റെന്ന്. അപ്പോൾ ജസ്റ്റ് ഇത്തിരി ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. എന്നാലാണ് ഞാനിങ്ങനെ കൈ കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടോ പെട്ടെന്ന് ബ്ലെൻഡ് ആവും. ഇതെൻ്റെ ഓറി കേട്ടോ, ഓറോ. ഇത് ഞങ്ങൾ ഓറോ ഒന്ന് എൻ്റെ കൂടെ മേക്കപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ആസ് ഐ സെഡ്, ഈ ഒരു ലുക്ക് നാച്ചുറൽ ലൈറ്റിൽ നമ്മളെ സ്കിന്ന് ഭയങ്കര ബൾക്കി അല്ലാണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്ത പോലെ അല്ലാണ്ട് നിൽക്കുന്ന ഒരു മേക്കപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്നെ പോലെ ഇതാ ഇങ്ങനെ നല്ലോണം പിഗ്മെൻറ്റേഷൻ ഈ മൗത്ത് ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ ഓവറായിട്ടൊന്നും ചെയ്യാത്തതാണ് നല്ലത്. ബിക്കോസ് നമുക്ക് ചെറിയൊരു സട്ടിലായിട്ടുള്ള രീതിയിൽ നമുക്ക് കവറപ്പ് ചെയ്യുകയും ചെയ്യാം. അതേസമയം ഇതൊക്കെ കുറച്ച് എംബ്രേസും ചെയ്താലേ നമുക്ക് ആ ഒരു ഭംഗി കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് കവറപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ലൈറ്റിൽ, ഔട്ട്ഡോർ ലൈറ്റിങ്ങിൽ അത്ര ഭംഗി ഉണ്ടാവില്ല.
പക്ഷേ ഇത് സെയിം ടൈം നമ്മൾ അങ്ങനെ നല്ല കവറേജ് ഒക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റുഡിയോ ലൈറ്റുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടി ഫംഗ്ഷൻ കുറേ ഭാഗത്തു നിന്ന് പല ടൈപ്പ് ലൈറ്റൊക്കെ അടിച്ചിട്ട് ഉള്ള ഒരു ഫംഗ്ഷനിലാണ് പോകുന്നത് വെച്ചാൽ ഇറ്റ് വുഡ് ലുക്ക് ബ്യൂട്ടിഫുൾ. ഈ കളർ കറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഹോൾ പോയിന്റ് ഇസ് ദാറ്റ് നമ്മൾ നെക്സ്റ്റ് ലെയർ ചെയ്യുന്ന പ്രോഡക്ട്സിന് കളർ തിയറി അനുസരിച്ച് നമ്മളുടെ പിഗ്മെൻറ്റേഷനെ ചെറുതായിട്ട് സട്ടിലായിട്ട് ഹൈഡ് ചെയ്യാനുള്ള ഒരു ബേസാണിത്. ഇപ്പോൾ ആസ് യു ക്യാൻ സീ ഭയങ്കരമായിട്ട് ഓറഞ്ചായിട്ടോ ഒന്നും എൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ്റെ മുകളിൽ നിൽക്കുന്നില്ല. ദിസ് മീൻസ് ദാറ്റ് എനിക്ക് ഇനി ഇതിൻ്റെ മുകളിൽ കുറേ പ്രോഡക്റ്റ് ഇടേണ്ടി വരില്ല ടു കവർ ദിസ് അപ്പ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ലൈറ്റ് വെയ്റ്റ് മേക്കപ്പ് തന്നെയാവും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എന്നെ മിക്കവാറും ഒരു ഹിപ്പോക്രിറ്റായിട്ട് പറയും, ബിക്കോസ് ഇത്ര നേരം ഞാൻ പ്രോഡക്റ്റ് കുറച്ച് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ബ്ലഷ് മാത്രം ഇത്രയും ഉപയോഗിക്കുന്നതെന്ന് തോന്നിപ്പോകും. ആ രീതിയിൽ ബ്ലഷ് ഇടണം. ലിറ്ററലി നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഗ്ലോ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് എൽഫിൻ്റെ ബ്ലഷാണ്. ഇത് അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ ഞാനിതാ ഒരു ഇത്ര മതി. ഓക്കെ, ഇതിൻ്റെ കൂടുതലാണ് നമ്മളിത് ബ്ലഷ് നമ്മളെ ഫേസിൽ വെറുതെ ഇടുകയാണെങ്കിൽ ഇത് നല്ല കൂടുതലാണ്. സം ഓൺ ആർ നോസ് ആൻഡ് ചിൻ. ഈ ഒരു ബ്ലഷിന് പകരം നിങ്ങളെ കയ്യിൽ പൗഡർ ബ്ലഷാണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സെയിം രീതിയിൽ ചിലപ്പം അത് റെസിപ്രിക്കേറ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പൗഡർ ബ്ലഷ് ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. ബിക്കോസ് ക്രീം ബ്ലഷിനെക്കാട്ടും പൗഡർ ബ്ലഷ് ഓൾറെഡി ഒരു ചെറിയൊരു എന്താ പറയുക സട്ടിലായിട്ടുള്ള ഒരു പിഗ്മെൻറ്റേഷനാണ് കൊടുക്കുക. അതുകൊണ്ട് നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മൾ എന്താണോ നമ്മളെ എയിം വിത്ത് ദിസ് ലുക്ക് അത് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ബ്ലഷ് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം മുഖത്തൊരു ഇടി കിട്ടിയ പോലെയാണ് ഉള്ളത്. പക്ഷേ ഇത് കണ്ടിട്ട് ഡോണ്ട് വറി, വിൽ ഫിക്സ് ദിസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് കൺസീലർ. ഒരു ഹൈലൈറ്റിംഗ് കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ നമ്മളെ സ്കിൻ ടോണിനെക്കാട്ടും കുറച്ച് ലൈറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു കൺസീലർ ആണെങ്കിലും കണ്ണിൻ്റെ അങ്ങോട്ട് ഇടാത്തതാണ് നല്ലത്. ബിക്കോസ് ഭയങ്കരമായിട്ട് നമ്മൾ ഈ ക്രീസിൽ കുറേ പ്രോഡക്റ്റ് സ്റ്റിക്ക് ചെയ്യും, വിച്ച് മീൻസ് ക്രീസസ് പെട്ടെന്ന് തന്നെ കാണാൻ തുടങ്ങും. ഞാനിപ്പോൾ സ്പോട്ട് കറക്ഷനാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എനിക്ക് എവിടേക്കാണോ കവറേജ് വേണ്ടത് അവിടെ മാത്രം ഞാൻ ഇതിൻ്റെ വോണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഇറ്റ്. ഇവിടെ പിന്നെ ഈ ഒരു കളറിൻ്റെ വ്യത്യാസം വരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. നല്ലൊരു പഫി തിക്ക് ആയിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ഡാബ്. ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തതിൻ്റെ റീസൺ ഇസ് ദാറ്റ് ഈ സൈഡും ഡിഫറൻസ് നിങ്ങൾക്ക് നല്ലോണം കാണാനുണ്ട്. ഇത് എനിക്ക് എന്താ ചോറ് വന്ന പോലെയുണ്ട്. ഇപ്പുറത്ത് കുറച്ചുകൂടി സട്ടിലായിട്ടുള്ളൊരു ഗ്ലോ ഉണ്ട്. അപ്പം ഐസ് ചെയ്തിട്ടില്ല, ലിപ്സ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ചൊരു ക്ഷീണം പിടിച്ച ലുക്ക് ഉണ്ടെങ്കിലും ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് ഞാൻ ഹാഫ് ഡേ സ്റ്റോപ്പ് ചെയ്തത്. ലെറ്റ്സ് ബ്ലെൻഡ് ഇറ്റ് ഔട്ട്. ഇത് ഒരു സ്കിൻ ടെൻറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ ഷെയ്ഡാണ്, കറക്റ്റ് ഷെയ്ഡ് മാച്ച് വരുന്ന ഒരു സ്കിൻ ടെൻറ്റ് ആണ്. ഇത് ഞാൻ എൻ്റെ കയ്യിലേക്ക് ആദ്യം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഇനി നെക്സ്റ്റ് നമ്മളെ ബ്രഷിലോട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് പ്രോഡക്റ്റ് എടുക്കാം. നമ്മൾ ഡയറക്റ്റ്ലി ഫേസിലിടാത്ത കേട്ടോ നല്ലത്. ബിക്കോസ് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് നമ്മളെ ഷെയ്ഡ് കൊടുക്കുമ്പം കുറച്ചൊരു കോൺടോർ ചെയ്യുന്ന പോലെയും കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ ഈ ലുക്കിൽ വേറെ എക്സ്ട്രാ കോൺടോർ ചെയ്യുന്നൊന്നുമില്ല. ബിക്കോസ് ഞാൻ എൻ്റെ ഷെയ്ഡ് വെച്ചിട്ട് തന്നെ ഞാനിതിനെ ബാലൻസ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഫോർഹെഡിലും നമുക്ക് കളർ മാച്ച് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഷെയ്ഡ് നമുക്ക് ഡാബ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പിന്നെ ബ്രഷ് യൂസ് ചെയ്യുമ്പം എന്തൊരു ബ്രഷ് ആണെങ്കിലും സ്പഞ്ച് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യേണ്ട രീതി വെച്ചാൽ നമ്മളിങ്ങനെ കണ്ടോ ഇങ്ങനെ അതിന് ടാപ്പിൻ ചെയ്യാണ് വേണ്ടത്. ഞാൻ ഡ്രാഗ് ചെയ്യരുത്. ഡ്രാഗ് ചെയ്യുമ്പം ആ പ്രോഡക്റ്റ് അവിടെ മതിയേക്ക് അപ്ലൈ ചെയ്യാനില്ല. അപ്പോഴാണ് ഭയങ്കര എന്താ പറയുക പെട്ടെന്ന് തന്നെ ഒരു കേക്കി ആയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ലാസ്റ്റ് ചെയ്യാണ്ട് കിട്ടുക. അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചറൊക്കെ കുറച്ച് മാറി കുറച്ചുകൂടി ഒരു വ്യൂർഡ് രീതിയിലാവുക. അപ്പം നമ്മളിങ്ങനെ മെല്ലെ ഡാബ് ചെയ്ത് കുറച്ച് സമയം എടുക്കും, ക്ഷമ വേണം. പക്ഷേ നമ്മൾ മെല്ലെ ഡാബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഏത് ഫേസ് മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും ഡോണ്ട് ഫോർഗെറ്റ് യുവർ നെക്ക്. അപ്പം ഈ ഒരു സ്റ്റെപ്പോടെ നമ്മളെ ബേസ് മേക്കപ്പ് ഇസ് ഫിനിഷ്ഡ്. ആൻഡ് ഇപ്പം തന്നെ യു ക്യാൻ സീ ദാറ്റ് നേരത്തെ ഉള്ള പോലെ പിഗ്മെൻറ്റേഷൻ എടുത്ത് അറിയുന്നുമില്ല. ആൻഡ് ഉള്ളിൽ നിന്നൊരു ചെറിയൊരു ഫ്ലഷ്ഡ് ആയിട്ടുള്ള ലുക്കും ഇതിൽ കിട്ടുന്നുണ്ട്. ഇത്രയ്ക്ക് അങ്ങോട്ട് ഗ്ലോയി ആയിട്ടുള്ളത് ഇഷ്ടമല്ല. അപ്പം ക്യാമറയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഗ്ലോയിയർ ആണ് റിയൽ ലൈഫിൽ. അപ്പം ഞാൻ ഈ ലിപ്സും ഐസും ഒക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സെറ്റ് ഇറ്റ് വിത്ത് എ പൗഡർ. ഇത് ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ്.
ഇത് നമ്മളെ എന്താ പറയുക, മറ്റേ പോൺസിൻ്റെയൊക്കെ പൗഡർ ആണെങ്കിലും എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യും. ഞാൻ പേഴ്സണലി ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ അങ്ങനെ ചെയ്യുന്നത്. ഐ തിങ്ക് അത് തന്നെ മതിയാവും. അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മളെ സ്കിൻ ടോണിൻ്റെ സെയിം പൗഡർ യൂസ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അങ്ങനെയും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ ഐ സീൻ അതർ ക്രിയേറ്റേഴ്സ് ഡു ഇറ്റ്. അതുകൊണ്ട് ഇറ്റ്സ് എ സജഷൻ. ഓക്കെ, ഇഫ് യു ഡോണ്ട് ഹാവ് ഒരു സെറ്റിംഗ് ട്രാൻസ്ലൂസൻറ്റ് പൗഡർ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ പൗഡർ പിക്ക് ചെയ്യുമ്പം കുറേ പൗഡർ ഇവിടെ വരരുത്. ഓക്കെ, നമ്മളിത് എടുത്തതിന് ശേഷം കണ്ടോ ഇങ്ങനെ എക്സസ് നമ്മൾ ഡാബ് ഓഫ് ചെയ്യണം. ഈവൺ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ബ്രഷിൽ ഇത് കയറുകയും ചെയ്യും. ഇനി നമ്മൾ അണ്ടർ ഐ പോർഷൻ കണ്ടോ ഡിഫറൻസ്, കുറച്ച് ചെയ്തപ്പോൾ തന്നെ ഡിഫറൻസ് ഉണ്ടോ? ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഗ്ലോവിനെസ് കുറയുന്നില്ലേ? ഈ സൈഡും ഈ സൈഡും യു ക്യാൻ സീ. ഈ സൈഡിൽ ശരിക്കും ഒരു ഫിൽറ്റർ ഇട്ട പോലെയില്ല. ഇത് ഫിൽറ്ററും തേങ്ങയൊന്നും അല്ല. ഇത് നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് ഏത് റേഞ്ചിലുള്ള പ്രോഡക്റ്റ് ആണെങ്കിലും അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഓക്കെ, ഞാനിപ്പോൾ യൂസ് ചെയ്ത പ്രോഡക്ട്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം റേഞ്ചുള്ള പ്രോഡക്ട്സ് ആണ് ഞാൻ എല്ലാം യൂസ് ചെയ്തത്. അപ്പം ആ ഒരു റേഞ്ചിലെന്നാണെങ്കിലോ അല്ലെങ്കിൽ ഹയർ പ്രൈസ് ആണെങ്കിലോ ലോവർ പ്രൈസ് ആണെങ്കിലോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ടെക്നീക്ക് ആൻഡ് ഹൗ യു ഡു ഇറ്റ്. അല്ലാണ്ട് ഇറ്റ്സ് നെവർ അബൌട്ട് ഇതിൻ്റെയൊക്കെ വർത്ത്. ഓക്കെ, ഈ നെക്സ്റ്റ് സൈഡ് നമുക്ക് ഇതേപോലെ തന്നെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഐലിഡ്സിൽ ഒന്നും ചെയ്തിട്ടില്ല, ബിക്കോസ് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐ ലുക്കാണ് ഇതിൽ പ്രിഫർ ചെയ്യുന്നത്. പൗഡറൊക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ബാക്കി ഒരു കുറച്ച് പ്രോഡക്റ്റ് എന്തായാലും ഉണ്ടാകും. ഇങ്ങനത്തെ ഫ്ലഫി ബ്രഷ് ആണെങ്കിൽ അത് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ യു ക്യാൻ സീ ദ ഡിഫറൻസ് അല്ലേ? ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഐ ഷാഡോ പാലറ്റിൽ ഈ ഒരു ഡാർക്കർ ഷെയ്ഡ് കണ്ടോ, ഇതും നമ്മളിങ്ങനെ എക്സസ് ഡസ്റ്റ് ഓഫ് ചെയ്യുക. ഈ ഡാർക്കർ ഷെയ്ഡ് അണ്ടർ ഐ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഓവറായിട്ടൊന്നും ചെയ്യാതെ ജസ്റ്റ്. ഇനി ഇതിലുള്ള കുറച്ചുകൂടി ഒരു മീഡിയം ആയിട്ടുള്ള, ഇതാണ് ഏറ്റവും ലൈറ്റർ ഷെയ്ഡ്, അല്ല ഇതാണ് ഏറ്റവും ലൈറ്റർ ഷെയ്ഡ്, പക്ഷേ ഈ ഷെയ്ഡ് ഞാൻ ഈ ലുക്കിൽ യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ഷെയ്ഡ് അല്ലാണ്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ. ഇത് എനിക്കൊന്ന് ഇൻസെൻസ് എന്നെങ്ങാണ്ടാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഇത് അനസ്തേഷ്യൻ്റെ സോഫ്റ്റ് ഗ്ലാം പാലറ്റാണ്. ഇത് നമ്മൾ മെല്ലെ കണ്ടു ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു പോട്ട് കാജൽ എടുത്തിട്ട് ഇതിൽ ഈതർ ഈ പ്രസ്ഡ് പൗഡർ പോർഷൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജെൽ ലൈനർ, അല്ലെങ്കിൽ നമുക്ക് വെറും കാജൽ സ്റ്റിക്ക് ആണെങ്കിൽ തന്നെ അത് മതി. ഞാൻ ഐലൈനറിൽ അത്രയ്ക്കൊരു എക്സ്പെർട്ടേ അല്ല, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ആദ്യം ഈ പ്രസ് പൗഡർ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കും, ലൈക്ക് ദാറ്റ്. ഇതെന്താ വെച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറേസ് ചെയ്യാൻ ഈസിയാണ് കാജലിനെയും കാട്ടും ജെൽ ലൈനറിനെയും കാട്ടും ഒക്കെ. ഈ ജെൽ പോട്ടിൽ നിന്ന് ഈ ജെൽ പോർഷനിൽ നിന്ന് കുറച്ച് ജെൽ എടുത്തിട്ട് ഇതുപോലെ ഉള്ള ഒരു ഷേപ്പ് ബ്രഷ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി പെർഫെക്റ്റ്. ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ശരിയാവും. എനിക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് ശരിയാവാനായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രഷ്, ഇത് ആക്ച്വലി ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ എനിവേ ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉള്ളത് നല്ലതാണ്. ഇനി ലെറ്റ്സ് ആഡ് ഒരു ചെറിയൊരു ഹൈലൈറ്റ് ഓൺ ദ കോർണേഴ്സ്. ഇന്നർ കോർണറിൽ ചെറുതായിട്ട് ഈ ഒരു ഫുള്ള് നമ്മൾ അണ്ടർ ഐ ചെയ്യുന്നില്ല, ചെറിയൊരു ലൈനർ കൊടുക്കുക. ഞാനപ്പോൾ ലൈനർ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് മസ്കാര. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് ഇസ് ലിപ്സ്റ്റിക്. അപ്പം ഞാനിവിടെ റെവ്ലോണിൻ്റെ റംബറി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതൊരു ഡാർക്കർ ഷെയ്ഡ്. എനിക്ക് ലിപ് ലൈനർ ഇവിടെ ഇല്ല. അപ്പം ഞാനെന്താ ഡാർക്കർ ഷെയ്ഡ് ഇങ്ങനെ ഔട്ട്ലൈനിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇത് മാക്കിൻ്റെ സ്റ്റേ ക്യൂരിയസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ഒരു പിങ്ക് ന്യൂഡ് ഷെയ്ഡാണ്. ഇത് മിഡിൽ പോർഷനിൽ ഇട്ടിട്ട് നമ്മൾ മെല്ലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക്. I love it. What do you feel about it? I want to know all your thoughts in the comments. അപ്പോൾ നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വുഡ് ബി സോ ഗ്രേറ്റ്ഫുൾ. ഞാൻ ചെയ്തതായതുകൊണ്ട് ഞാൻ പറയല്ല, വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണത്. നിങ്ങൾക്ക് എന്തൊരു ഒക്കേഷനിലും യൂസ് ചെയ്യുക. നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽ ആക്സസറീസൊക്കെ മാറ്റി ഇടുന്നതിനനുസരിച്ചിട്ട് ഇതിൽ പ്രത്യേകിച്ചൊരു
എന്താ പറയുക ഓഫായിട്ട് ഫീൽ ചെയ്യില്ല. നമ്മളിപ്പം ചില ഡ്രസ്സിനോട് ചില മേക്കപ്പ് ചെയ്യില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുമല്ലോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മളെ ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മേക്കപ്പ് ലുക്കാണ്. സോ യെസ്, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ, subscribe, comment, whatever, okay, and support my journey and follow along.